ഇനി നമ്മൾ കാത്തിരിക്കുന്ന സെഗ്മെന്റ് ആണ്. ഇനി നമ്മളുടെ അതിഥിയോടൊപ്പമാണ്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ആരാന്നറിയാമോ? നമ്മുടെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ തീപ്പൊരി ബൗളർ അഖിൽ സത്താറാണ്. 3 സീസണിൽ 3 ടീമുകളിൽ കളിച്ച അഖിൽ വേഗതയും വൈവിധ്യവും കൈമുതലാക്കിയ ബൗളർ തന്നെ, അതിലൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ സ്പോർട്സ് സ്റ്റാർ VS കൃഷ്ണരാജിനൊപ്പം ഉണ്ട് നമ്മുടെ അഖിൽ സത്താർ. അപ്പോ കൃഷ്ണരാജ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അഖിൽ സത്താർ എന്ത് പറയുന്നു? കേരള ക്രിക്കറ്റ് ലീഗിന് സീസൺ 3 ആദ്യ സീസണിൽ ട്രിവാൻഡ്രം റോയൽസിനൊപ്പം, 2ാം സീസണിൽ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനൊപ്പം, ഇത്തവണ 3ാം സീസണിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ താരം. എന്തുകൊണ്ട് ഇങ്ങനെ ക്ലബ്ബുകൾ മാറുന്നു എന്ന് ചോദിച്ചാൽ, പന്തിൻ്റെ വൈവിധ്യം കൊണ്ട് എല്ലാവരും നോട്ടമിടുന്ന ഒരു താരമായതുകൊണ്ട് എന്നാണ് ഉത്തരം. വയനാട്ടിൽ നിന്ന് രഞ്ജി ട്രോഫി കളിച്ച ആദ്യത്തെ താരം ഫാസ്റ്റ് ബൗളർ അഖിൽ സത്താർ ഇപ്പോൾ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ താരമാണ്. നമുക്കൊപ്പം ഈ പ്രഭാതത്തിൽ ചേരുകയാണ്. അഖിൽ, പന്തുകളുടെ വൈവിധ്യം, വേഗത, ഇത് രണ്ടും ഒരു പേസ് ബൗളർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാവും വയനാടൻ മഗ്രാത്ത് എന്ന ഓമന പേര് കിട്ടിയത്. സ്വന്തം പന്തേറിനെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? വയനാടൻ മഗ്രാത്ത് ഞാൻ അണ്ടർ-16 സെറ്റ്സിയെ കളിച്ച സമയത്ത് അവിടെ നിന്ന് അങ്ങനെ വിളിച്ചതാണ്. ന്യൂ ബോളിൽ സ്വിങ് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇന്നലെ നോക്കുമ്പോഴും അത്യാവശ്യം സ്പീഡിൽ ബോൾ പോകുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ട് ബോളിങ് നല്ല രീതിക്ക്. ശരി, വയനാട്ടിൽ നിന്നൊരു കളിക്കാരൻ രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി കളിക്കുകയാണ്. അതിന് പിന്നിൽ കൃഷ്ണഗിരി സ്റ്റേഡിയം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? വളരെയധികം. കൃഷ്ണഗിരി സ്റ്റേഡിയം ഞാൻ KC അക്കാഡമിയിലായിരുന്നു വളർന്നതൊക്കെ. ഒരു 8ാം ക്ലാസ് മുതൽ KCയുടെ അക്കാഡമിയിലാണ്. കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലും പിന്നെ 2 വർഷം തലശ്ശേരി. കൃഷ്ണഗിരി സ്റ്റേഡിയം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൽ, തീർച്ചയായും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്നാണ് ഞാൻ വായിച്ച ഓർമ്മ, സൗത്ത് സോണിൽ കളിക്കുമ്പോൾ അല്ലേ, ഗൗതം ഗംഭീറിനെതിരെ പന്തെറിഞ്ഞിട്ടുണ്ടോ? ഇർഷഭ് പന്തിനെതിരെ പന്തെറിഞ്ഞിട്ടുണ്ട് അല്ലേ? ആ അനുഭവം ഒന്ന് ഓർത്ത് പറയാമോ? അത് കളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു, ഒരു 9ാം ക്ലാസ് ആ ടൈമിൽ. കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലായതുകൊണ്ട് കിട്ടിയൊരു ഭാഗ്യമാണ്. അത് പിന്നീട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ എക്സ്പീരിയൻസുകൾ. ഗംഭീറിനെതിരെ പന്തെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു വന്നത്? ഇപ്പോൾ ഋഷഭ് പന്ത് അന്ന് അറിയപ്പെടുന്ന ഒരു കളിക്കാരനൊന്നും ആയിരുന്നില്ല, ഒരു രഞ്ജി പ്ലെയർ മാത്രമാവാം. പക്ഷേ ഗൗതം ഗംഭീർ അറിയപ്പെടുന്ന ഒരു താരമാണ്, വേൾഡ് കപ്പിൽ ഹീറോയാണ്. അപ്പോൾ ഗൗതം ഗംഭീറിനെതിരെ പന്തെറിയാൻ തയ്യാറെടുക്കുമ്പോൾ മനസ്സിൽ തോന്നിയ എന്താണ്? ആ സമയത്ത് ഞാൻ വളരെ ചെറുതായിരുന്നു. എറിയുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. അതിന് ശേഷമാണ് എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉള്ള പോലെ തോന്നിയത്. കാരണം ഇത്രയും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സാണ്, അപ്പോൾ നമ്മൾ ഇവർക്കൊക്കെ ബോൾ എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ബൂസ്റ്റ് എനിക്ക് പിന്നീട് അനുഭവപ്പെട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നഗരങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കാലിക്കറ്റ്, ഈ 3 ടീമുകളിലും കളിക്കാൻ പറ്റി. ആ അനുഭവം എന്ന് പറയാം. 3 ടീമുകളിലും മാറി മാറി കളിച്ചു. അപ്പോൾ ഒരു ടീമിൽ തന്നെ സ്ഥിരമായി കളിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇപ്രാവശ്യം അത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഇവിടെ തന്നെ നിലനിൽക്കണം എന്നാണ് ആഗ്രഹം. പരിക്ക് കരിയറിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടോ? അതെ, പരിക്ക് കരിയറിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുവാക്കൾക്ക് വലിയൊരു അവസരമാണ് ഇത്. ഇപ്പം ഞാൻ റമീസ് എന്നൊരു താരം, ഒരു കമൻറ്റേറ്റർ കൂടിയായ ഇർഷാദ് എന്നൊരു താരം, ഇവരൊക്കെ ടെന്നീസ് ബോളിൻ്റെ കൂടി പ്ലേയേഴ്സാണ്. അപ്പോൾ ടെന്നീസ് ബോളും ക്രിക്കറ്റ് ബോളുമായിട്ട് വലിയൊരു അന്തരം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. നീ ടെന്നീസ് ബോളിൽ ഓക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് ബോളിലും ഓക്കെയാണ് എന്ന തരത്തിലേക്ക് കാര്യം വരികയാണ്. ഈ പുതുതായി കടന്നു വരുന്ന കുട്ടികളോട്, യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയതായി വരുന്നവരല്ല, ഇപ്പോൾ സ്ഥിരമായി കളിക്കുന്നവർക്കും ഇനി പുതുതായി വരുന്നവർക്കും ടെന്നീസ് ബോൾ കളിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അവരെ കഴിവ് പുറത്ത് കാണിക്കാനും IPL സ്കൗട്ട്സൊക്കെ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇന്നൊരു ഹോപ്പാണ് എല്ലാവർക്കും. ഇനി മുന്നോട്ടൊന്നും ഇല്ല എന്നുള്ള സ്ഥിതിയിൽ നിന്നും KCL ഉണ്ട്, അടുത്ത വർഷം KCL വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഒരു ഹോപ്പ് KCയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ കിട്ടുന്നുണ്ട്. ഇനി 2 താരങ്ങൾ, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ 2 താരങ്ങൾ, ഒന്ന് സൽമാൻ നിസാർ, ഒന്ന് ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മൽ. ഇവർ 2 യങ്സ്റ്റേഴ്സാണ്, അതേസമയം എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സുമാണ്. ഈ 2 പേർ ടീമിലൊപ്പമുള്ളത് എത്രത്തോളം ഊർജ്ജം തരുന്നുണ്ട്? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 2 പേരും യങ്സ്റ്റേഴ്സാണ്. അതിന് ഒപ്പം തന്നെ ഡൗൺ ടു ഹെർത്താണ്. എപ്പോൾ വേണമെങ്കിലും അവർ അപ്രോച്ച് ചെയ്യാം, എന്ത് ഹെൽപ്പും അവർ ചെയ്തു തരും. പിന്നെ നമ്മൾ അവർക്കെതിരെ ബോൾ എറിയണ്ട, അതൊരു പ്ലസ് പോയിൻ്റാണ്. ശരി അഖിൽ സത്താർ, വളരെ സന്തോഷം. ഹാപ്പി ഓണം ഒപ്പം ചേർന്നതിന്. ഈ പുതിയ പുലരിയെ കൂടുതൽ
ക്രിക്കറ്റിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുപോയതിന് വളരെ നന്ദി. അപ്പോൾ അഖിൻ സത്താറാണ് നമുക്കൊപ്പം ചേർന്നത്. വയനാട്ടിൽ നിന്ന് ഉദിച്ചുയർന്നു വന്ന ക്രിക്കറ്റിൽ കൃത്യതയും വൈവിധ്യവുമുള്ള ഒരു പേസ് ബൗളറാണ് അഖിൻ സത്താർ.